الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാനമുള്ള സഹോദരീ സഹോദരന്മാരെ, തികനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അകവും പുറവും വൃത്തിയും വെടിപ്പുമുള്ളത് ആയിത്തീരാനാണ് അല്ലാഹു അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായി അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ധനം, അത് സമ്പാദിക്കുന്നതിൻ്റെ പ്രാധാന്യവും അധ്വാനത്തിൻ്റെ മഹത്വവുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നമ്മുടെ സൽക്കർമ്മങ്ങളും പ്രാർത്ഥനകളും വരെ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ സമ്പാദ്യം ഹലാലും ത്വയ്യിബുമാകണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. നമ്മൾ ഒരുപാട് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്, ചെറുതും വലുതുമായി. നമ്മൾ ഹജ്ജിന് പോകുന്നു. നമ്മുടെ ഹജ്ജ് കബൂലാകണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുള്ള പണം അത് ഹലാലായ മാർഗത്തിൽ നമ്മൾ സമ്പാദിച്ചതാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉപാധിയായി നമ്മൾ സ്വീകരിക്കുന്ന എന്തും ഹലാലായ വഴിയിലൂടെ നേടുന്നതായിരിക്കണം. നമ്മുടെ ഉംറ അല്ലാഹു സ്വീകരിക്കണമെങ്കിലും അതേപോലെയുള്ള നമ്മുടെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിലും നമ്മുടെ ഭക്ഷണവും നമ്മുടെ പാർപ്പിടവും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഹലാലിലൂടെ നേടിയതും അങ്ങനെ നാം അനുഭവിക്കുന്നതുമാകണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു തിരുവചനമുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുത്തമനാകുന്നു. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, ഉത്തമമായതിനെ അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നാണ്. മായം കലർന്നത്, അതേപോലെ തന്നെ മ്ലേച്ഛമായവ കൂടിച്ചേർന്നത്, അതൊന്നും അല്ലാഹു കബൂൽ ചെയ്യുകയില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, അല്ലാഹു അവൻ്റെ ദൂതന്മാരോട്, മുർസലുകളോട് കൽപ്പിച്ച അതേ കാര്യം തന്നെയാണ് മുഅ്മിനുകളോടും കൽപ്പിക്കുന്നത്. അതെന്താണെന്നോ? ഫഖാൽ, എന്നിട്ട് റസൂൽ ഈ തിരുവചനം, ഈ ആയത്താണ് ഓതിയത്. യാ അയ്യുഹർ റസൂൽ
കുലൂ മിൻ ത്വയ്യിബാതി വഅമലു സ്വാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. അല്ലയോ പ്രവാചകരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നല്ല വിഭവങ്ങളിൽ നിന്നാകണം നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. വഅമലു സ്വാലിഹൻ, അങ്ങനെ നിങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യണമെന്നാണ്. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെയും ഞാൻ അറിയുന്നുണ്ട്. വഖാൽ, പ്രവാചകൻ ഇതുകൂടി ഓതി, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയ നല്ല ഉത്കൃഷ്ടമായ വിഭവങ്ങളിൽ നിന്നാകുന്നു നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. ഇത് ഓതിക്കൊണ്ട് പ്രവാചകൻ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. സുമ്മ ദക്കറ റജുൽ, എങ്ങനെയുള്ള ആളാണെന്നോ, യുതീലു സഫർ അശ്അസ് അഗ്ബർ യമുദ്ദു യദൈഹി ഇലസ്സമാ യാ റബ്ബ് യാ റബ്ബ്, സുദീർഘമായ യാത്രകൾ ചെയ്ത് ക്ഷീണിച്ചവശനായി മുടിയൊക്കെ പാറിപ്പറന്ന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, എൻ്റെ റബ്ബേ, എൻ്റെ റബ്ബേ, എൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കണമേ, എൻ്റെ ദുആ ഖബൂൽ ചെയ്യണമേ. പക്ഷേ വമത്അമുഹു ഹറാം, ഹറാമാണ് അവൻ ഭക്ഷിക്കുന്നത്. വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്നത് ഹറാമാണ്. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചിട്ടുള്ളത് ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമിനാൽ അവൻ ഊട്ടപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് പടച്ചവൻ അവരുടെ ദുആക്ക് ഉത്തരം നൽകുക എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങളെ, വളരെ ഗൗരവമായൊരു കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇതൊരു നിബന്ധനയായിക്കൊണ്ടാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, വൽ അഖ്ലു മിനൽ ഹലാലി സബബുൻ ലിതഖബ്ബുലി ദുആഇ വൽ ഇബാദ, നിങ്ങളുടെ ആരാധനകളും പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഹലാലായ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കണമെന്നാണ്. ഹറാം അതിൽ കലരാൻ പാടില്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകന്റെ അരുമ ശിഷ്യനായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂല് പറഞ്ഞിട്ടുണ്ട്, ഖാല ലി സഅദിൻ അത്തിബ് മത്അമക തുസ്തജാബു ദഅവതക്, നീ നല്ലത് തിന്നാൽ ഹലാലായത് ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്ന്. സഅദ് റളിയല്ലാഹു അൻഹു ഹറാം ഭക്ഷിക്കുന്ന ആളായിരുന്നില്ല. എന്നാലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്, അദ്ദേഹം പ്രാർത്ഥിച്ചതൊക്കെ അള്ളാഹു നൽകുകയും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കുകയും ചെയ്തിട്ട് ഒരിക്കൽ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, വഖീല ലി സഅദ് ബിമ തുസ്തജാബു ദഅവത്, സഅദേ, നീ ചോദിക്കുന്നതൊക്കെ കിട്ടുന്നുണ്ടല്ലോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്നോ, ഖാല ലിഅന്നി ലാ ഉദ്ഖിലു ബത്നി ഇല്ലാ ശൈഅൻ ആരിഫുഹു, എൻ്റെ വയറ്റിൽ എനിക്ക് നല്ല ബോധ്യമുള്ളതിനെ അല്ലാതെ ഞാൻ കടത്തിവിടാറില്ല എന്നാണ്. ഞാൻ തിന്നുന്ന സാധനം അത് ഹലാലാണ് എന്ന് എനിക്ക് നല്ല ബോധ്യവും ഉറപ്പും ഉണ്ടാകും, അല്ലാത്തതൊന്നും ഞാൻ തിന്നാറില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ആത്മവിശ്വാസം, ഇത് വിശ്വാസികളായ നമുക്കൊക്കെ ഉണ്ടാകേണ്ടതാണ് എന്നാണ് ഈ വചനങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉപജീവനത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന അഹദക്കും ലൻ യമൂത ഹത്താ യസ്തക്മില റിസ്ഖഹു, നിങ്ങളാരും തന്നെ ഒരിക്കലും അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച റിസ്ക് അത് ലഭിക്കാതെ മരണപ്പെടുകയില്ല എന്നാണ്. പടച്ചോൻ എന്താണോ ഈ ദുനിയാവിൽ നമുക്ക് റിസ്ക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അത് നമുക്ക് കിട്ടിയിരിക്കും. അത് നേടാതെ ഒരിക്കലും നിങ്ങൾ മരണപ്പെടുകയില്ല എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. അതിനാൽ ഫലാ തസ്തബ്തിഉർ റിസ്ക വത്തഖുല്ലാഹ അയ്യുഹന്നാസ്, നിങ്ങളുടെ ഉപജീവനം തേടുന്നതിൽ
നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക. വഅജ്മിലു ഫിത്വലബ്, ധനസമ്പാദനത്തിൽ നിങ്ങൾ മര്യാദ കാണിക്കുകയും മാന്യത പാലിക്കുകയും ചെയ്യുക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. ഖുദൂ മാ ഹല്ല, എന്താണ് മാന്യത, എന്താണ് മര്യാദ? ഖുദൂ മാ ഹല്ല, നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചതെല്ലാം നിങ്ങൾക്ക് നേടാം, സ്വീകരിക്കാം. വദഉ മാ ഹറമ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ, നിഷിദ്ധമാക്കിയിട്ടുണ്ടോ, അത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് വെടിയണം എന്നാണ് പറയുന്നത്. ധനാഗമന മാർഗമായി നമുക്കറിയാം, നമ്മൾ സാധാരണ ചെയ്തു വരുന്നത് കച്ചവടമാണ്, കൃഷിയാണ്, പിന്നെ നമ്മൾ എടുക്കുന്ന തൊഴിലുകളാണ്. ഈ രംഗത്ത് വിശുദ്ധ ഖുർആൻ കച്ചവടത്തിന്റെ കാര്യം നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാളിൻ മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ട് നടത്തുന്ന കച്ചവടത്തിലൂടെയല്ലാതെ നിങ്ങളുടെ സമ്പത്തുകൾ അന്യോന്യം അന്യായമായി തിന്നാൻ പാടില്ല എന്നാണ്. കച്ചവടമാണെങ്കിലും അവിടെ എന്ത് വേണം? പരസ്പരമുള്ള സംതൃപ്തി വേണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാമല്ലോ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ, സഹാബത്തിൽ അധികം ആളുകളും കച്ചവടക്കാരായിരുന്നു, ബിസിനസ്സുകാരുണ്ടായിരുന്നു, നല്ല അതുപോലെ തന്നെ കർഷകരുണ്ടായിരുന്നു. പ്രവാചകന്റെ സഹാബത്തിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകളൊക്കെ അവതരണമാകുന്ന സന്ദർഭത്തിൽ എന്ത് അധ്വാനത്തിൽ അവർ ഏർപ്പെടുകയാണെങ്കിലും ഈ ഒരു ബോധം അവരെ എല്ലാം തന്നെ നയിച്ചിരുന്നു എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവരെ ഉപദേശിക്കും, ഓരോ സന്ദർഭത്തിനും അനുസരിച്ച്. കച്ചവടക്കാരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ കൊള്ളലാഭം എടുക്കാൻ പാടില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാല റസൂലുള്ളാഹി ലാ തനാജശു, നിങ്ങളുടെ ചരക്കുകൾക്ക്, വസ്തുക്കൾക്ക് നിങ്ങൾ ഒരിക്കലും വിലയേറ്റി പറയരുത് എന്നാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അന്നാജിഷു ആഖിലു റിബ വഖായിനുൻ, ഇങ്ങനെ വില കൂട്ടി പറയുന്ന ഒരാള് ശരിക്ക് പലിശ തിന്നുന്നവനെ പോലെയും അവൻ ചതിയനും വഞ്ചകനുമാണ് എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, വില കൂട്ടി പറയുന്നത് നമുക്കറിയാം, പ്രവാചകന്റെ കാലത്തും അവരുടെ ഓരോ വസ്തുക്കൾക്കും അന്ന് വിറ്റഴിക്കപ്പെടുന്ന അങ്ങാടി നിലവാരം എന്താണ് എന്ന് കൃത്യമായി പരസ്യപ്പെടുത്തപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതറിയാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുത്തിരുന്നു. ഒരു വസ്തുവിന് ഇന്ന വില കിട്ടും എന്നുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് വരെ ഓരോ വസ്തുക്കളുടെയും വില വിവരങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തെ പോലെ ഇത്രയധികം വാർത്താ വിനിമയ മാധ്യമങ്ങൾ വിപുലപ്പെടാത്തൊരു സാഹചര്യമായിരുന്നല്ലോ അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മിമ്പർ വരെ അതിന് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അമിതമായി ലാഭമെടുക്കാൻ പാടില്ല, കൊള്ള ലാഭമെടുക്കാൻ പാടില്ല. അപ്പൊ ഒരു വസ്തുവിന് എത്രയാണ് വില എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അന്നത്തെ അങ്ങാടി നിലവാരം അനുസരിച്ചാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിൽ അതിന് സാധാരണ നമ്മൾ വാങ്ങുന്ന റീറ്റെയിൽ പ്രൈസുകൾ ഉണ്ടാകും, ഹോൾസെയിലായി വാങ്ങുമ്പോൾ അതിനുള്ള വിലകൾ ഉണ്ടാകും. ഓരോ കച്ചവടക്കാരും അതിനനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ലാഭങ്ങൾ എടുക്കും. ഇരട്ടി ലാഭം എടുത്താലും വാങ്ങുന്ന ആളുകൾക്ക് ഒരിക്കലും പ്രയാസപ്പെടുത്തുന്ന രീതിയിലാകരുതെന്നാണ് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളത്. ആവശ്യക്കാർക്ക് ഇളവ് നൽകുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകും എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ സഹാബത്തിനെ ഉണർത്തിയിട്ടുള്ളത്. ഒരിക്കൽ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഒരു ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി, അൽഹിയ വാങ്ങാൻ വേണ്ടി ഒരു ദീനാറും കൊണ്ട് പറഞ്ഞയക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരു ദീനാറിന് ഒരു ബലിമൃഗത്തെ വാങ്ങി. പിന്നീട് അദ്ദേഹം രണ്ട് ദീനാറിന് അതിനെ വിൽക്കുകയും ചെയ്തു. എന്നിട്ടോ
ഫറജ, അദ്ദേഹം റസൂലിന്റെ അരികിലേക്ക് മടങ്ങിയത്. ഫസ്തറാ ബിഹി, ഒരു ദീനാർ കൊണ്ട് വീണ്ടും അദ്ദേഹം ഒരു ബലിമൃഗത്തെ വാങ്ങുകയും ഈ ഒരു ദീനാറും കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്ത് റസൂലുള്ള അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. ഫദആ ലഹു അൻ യുബാരിക ലഹു ഫീ തിജാറതിഹി. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണിത്. തൻ്റെ കച്ചവടത്തിൽ അല്ലാഹു അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. കച്ചവടക്കാർ സംഘടിച്ചുകൊണ്ട് അങ്ങാടി നിലവാരം ഉയർത്തുന്നതിനെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി വിരോധിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നജ്ഷ്. ഇങ്ങനെ കച്ചവടക്കാർ ഒരുമിച്ചുകൂടി വില നിലവാരം ഉയർത്തിക്കൊണ്ട് സാധാരണക്കാരായ ആവശ്യക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്നതിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി വിലക്കിയിരുന്നു. ഒരാൾ വില പറയുമ്പോൾ ആ ഒരു വസ്തുവിന് അതിന്മേൽ മറ്റൊരാൾ വില പറയുന്നതിനെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട രംഗത്ത് നമ്മൾ പാലിക്കേണ്ട ശീലിക്കേണ്ട മര്യാദയായി അതിനെ വിലക്കിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യബീഉ റജുലു അലാ ബൈഇ അഖീഹി. തൻ്റെ സഹോദരൻ വില പറഞ്ഞ ഒരു വസ്തുവിൻ്റെ മേൽ നിങ്ങൾ ആരും വില പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മുടക്കരുത് എന്നാണ്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വില പറഞ്ഞിട്ടായിരിക്കും ഇയാള് അത് വാങ്ങാൻ തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ വിൽക്കുന്ന ആളും ആദ്യം വില പറഞ്ഞവനാണ് വിൽക്കേണ്ടത് എന്നും, എത്ര വില അധികം പറഞ്ഞാലും രണ്ടാമത് പറഞ്ഞ ആൾക്ക് ആ വസ്തു വിൽക്കരുതെന്നും, അങ്ങനെ വില അധികം കൂട്ടി പറയാൻ പാടില്ല എന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. ലാ യസിമുർ റജുലു അലാ സൗമി അഖീ. ഇങ്ങനെ ആളുകൾക്കിടയിൽ പ്രയാസം ഉണ്ടാക്കുന്ന വിധത്തിൽ അല്ല നിങ്ങളുടെ ഇടപാടുകളും കച്ചവടങ്ങളും ബിസിനസ്സുകളും ഒന്നും നടത്തേണ്ടത് എന്നാണ് ഈ നിർദ്ദേശങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കളൊക്കെ പൂഴ്ത്തി വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് അത്യാവശ്യമായി കിട്ടേണ്ട സാധനങ്ങൾ അത് സമയത്ത് വിൽക്കാതെ അത് പൂഴ്ത്തി വെച്ചുകൊണ്ട്, അതും വില കൂടാൻ വേണ്ടി പൂഴ്ത്തി വെക്കുന്നതിനെ ഇസ്ലാം കർശനമായി വിലക്കുകയും വിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. വിലവർദ്ധനവിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന ഇത്തരം സമ്പ്രദായത്തെ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് തൻ്റെ ഈമാൻ ചോർന്നു പോകാനുള്ള കാരണമായി അത് ഭവിക്കുമെന്നാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹ്തകിറു ഇല്ലാ ഖാതിഉൻ. മഹാപാപിയായ ആളല്ലാതെ ഒരിക്കലും ഇത്തരം വസ്തുക്കളെ, പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കളെ പൂഴ്ത്തി വെക്കുകയില്ല എന്നുള്ളതാണ്. അവിടുന്ന് പറയുകയുണ്ടായി, മൻ യഹ്തകറ അലൽ മുസ്ലിമീന തആമഹും. ജനങ്ങൾക്ക് കിട്ടേണ്ട ഭക്ഷ്യവസ്തുക്കൾ വല്ലവനും ഇതേപോലെ പൂഴ്ത്തി വെക്കുകയാണെങ്കിൽ ലറബഹുല്ലാഹു ബിൽ ജുദാമി വൽ ഇഫ്ലാസ്. കഠിന രോഗങ്ങളാലും നാശനഷ്ടങ്ങളാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ അവന് പ്രയാസങ്ങൾ നൽകുമെന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ധനസമ്പാദന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാകുന്നു. മാത്രവുമല്ല, അവിടുന്ന് പറയുകയുണ്ടായി, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജാലിബു മർസൂഖ്. വിപണിയിലേക്ക് ചരക്കുകൾ കൊണ്ടുവരുന്ന ആൾ അള്ളാഹുവിന്റെ പ്രത്യേകം അനുഗ്രഹത്തിന് വിധേയനായി അവൻ അള്ളാഹു റിസ്ക് നൽകിക്കൊണ്ടിരിക്കും, അവന് മർസൂഖായിരിക്കും, അവന്റെ ഉപജീവനം അവന് കിട്ടുമെന്നാണ്. എന്നാലോ അത് വിൽക്കാതെ വൽ മുഹ്തകിറു മൽഊൻ. ജനങ്ങൾക്ക് ഇതൊന്നും നൽകാതെ പൂഴ്ത്തിവെക്കുന്ന ആൾ അവൻ ശപിക്കപ്പെട്ടവനാണെന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബിഇസൽ അബ്ദുൽ മുഹ്തകിർ. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാതെ, കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരുടെ അരികിലേക്ക് പ്രതീക്ഷയോടുകൂടിയാണ് ചെല്ലുന്നത്. ആവശ്യ സാധനങ്ങൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മടക്കി അയക്കുകയും ഉണ്ടായിരിക്കത്തന്നെ അത് പൂഴ്ത്തി വെച്ചുകൊണ്ട് വില കൂടാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളെ കുറിച്ച് ബിഇസൽ അബ്ദുൽ മുഹ്തകിർ ഇൻ അർഖസല്ലാഹു അൽ അസ്ആറ ഹസിന. അല്ലാഹു സുബ്ഹാനഹു വ തആല വില കുറക്കുകയാണെങ്കിൽ അവൻ ദുഃഖിതനായി തീരും. അത്തരം ഇങ്ങനെ പൂഴ്ത്തിവെപ്പുകാരൻ എത്ര നിന്ദനാണെന്ന് റസൂല് പറയുന്നു. വഇൻ അഇലാഹ ഫരിഹ.
വില കൂടുമ്പോൾ അവൻ സന്തോഷിക്കുന്ന അവസ്ഥയും ഉണ്ടാകുമെന്നാണ് ഇമാം നബവി റഹിമഹുല്ല ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ശറഹ് മുസ്ലിമിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇങ്ങനെ സാധാരണക്കാരായ ജനങ്ങളെ കച്ചവടത്തിലൂടെ ഉപദ്രവിക്കുന്ന ആളുകളെ ഭരണാധികാരികൾ ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം മാർക്കറ്റുകളിൽ ഉണ്ടാക്കി തീർക്കണമെന്നാണ് ഈ ഹദീസുകളിലൂടെയും പ്രവാചക നിർദ്ദേശങ്ങളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ആരാധനാകർമ്മങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നാം നിർവഹിക്കുന്ന ഉംറകളും നാം ചെയ്തിട്ടുള്ള ഹജ്ജും ചെറുതും വലുതുമായ മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹു നമ്മോട് കൽപ്പിച്ചതുപോലെ നമ്മൾ നല്ലത് ഭക്ഷിക്കുകയും ഹലാലായത് സമ്പാദിക്കുകയും ചെയ്യുന്നവരാകണം. അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി നേടി ജീവിക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളാവുന്നത്ര ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാലഘട്ടത്തിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മായം കലരാത്ത ഭക്ഷണങ്ങൾ കഴിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രോഗങ്ങൾ അധികം എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ ജീവിതശൈലീ രോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെയൊക്കെ മാറ്റി വെക്കുന്നുണ്ട് എങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മായം കലർന്നത് കൊണ്ടാണ് അധിക രോഗങ്ങൾ നമുക്ക് പിടിപെടുന്നത് എന്ന് കാണാൻ കഴിയും. പച്ചക്കറികളാകട്ടെ, പഴവർഗ്ഗങ്ങളാകട്ടെ, ധാന്യങ്ങളാകട്ടെ, കിഴങ്ങുകളാകട്ടെ, നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഇതിൽ ഏതാണ് ത്വയ്യിബായിട്ടുള്ളത് എന്ന് നമുക്ക് നിജപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഈ സന്ദർഭത്തിൽ നമ്മൾ പരമാവധി ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പാലിക്കുകയാണ് ചെയ്യേണ്ടത്. അത് മാംസ മത്സ്യാദികളാണെങ്കിലും ഒക്കെ എല്ലാറ്റിൻ്റെയും അവസ്ഥ ഇതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അറിവിലൂടെ ഇത്തരം മായങ്ങളും വ്യാജങ്ങളും ഒന്നും നമ്മൾ വിൽക്കുന്ന വസ്തുക്കളിൽ ചേരാതിരിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളെല്ലാവരും തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മായം കലർത്തുന്നതിനെതിരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ സൂക്കിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ കച്ചവടത്തിന് വേണ്ടി കൂട്ടിയിട്ടുള്ള ഒരു വലിയ ധാന്യക്കൂമ്പാരത്തിൻ്റെ അരികിലൂടെ അവിടുന്ന് നടന്നു പോയപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂമ്പാരത്തിലേക്ക് വെറുതെ ഒന്ന് കൈ താഴ്ത്തിപ്പോയി. ഫനാലത്ത് അസ്സാബിഅഹു അൽ ബലല. നബിൻ്റെ കൈ ഇങ്ങനെ നനവ് അനുഭവപ്പെട്ടു. അടിയിൽ മുകളിലൊക്കെ ഉണങ്ങിയ ധാന്യമാണ്, അടിയിൽ നനഞ്ഞ ധാന്യമാണ്. കച്ചവടക്കാരനെ വിളിച്ച് റസൂൽ ചോദിക്കുന്നു, മഹാദായ സാഹിബത്ത് ആൻ, എന്താ സുഹൃത്തെ ഇത്, ഉള്ളിൽ നനഞ്ഞതാണല്ലോ. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹ് അസ്വാബത്തിസ്സമാ, അത് ഇന്നലെ മഴ പെയ്തതാണ്, അങ്ങനെ എൻ്റെ ധാന്യം നനഞ്ഞു പോയതാണ്. റസൂല് പറഞ്ഞ എന്താണെന്നോ, അഫലാ ജഅൽതഹു ഫൗക തആം കയറാഹു നാസ്, ജനങ്ങളൊക്കെ കാണാൻ വേണ്ടി നനഞ്ഞതിനെ മുകളിലേക്ക് ഇട്ടൂടെ, അതെന്തിനാ ഉള്ളിൽ വെക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഇവിടെ മായം കലരുക മാത്രമല്ല, ഭാരം വർദ്ധിക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ നനച്ചു കളയുന്ന ആൾക്കാരുണ്ട്.
തൂക്കം കൂടാൻ വേണ്ടി. ഇത് വേറൊരു വിഷയമായൊരു അധ്യായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കസ്റ്റമേഴ്സിന് നഷ്ടം വരുത്തുന്ന, അവർക്ക് ഈ നമ്മൾ കൊടുക്കുന്ന വിഭവങ്ങളിൽ കുറവ് വരുത്തുന്ന ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ അത് പാലിക്കണമെന്നാണ്. ഒരിക്കലും അത് ആ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നതിനെ ശ്രദ്ധിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അദ്ദേഹത്തോട് പിന്നെ പറയുന്നുണ്ട്, മൻ ഗശ്ശ ഫലൈസ മിന്ന, ഇങ്ങനെ മായം ചേർക്കുന്ന ആള് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ സംസ്കാരം, ഒരു മുസ്ലിം കച്ചവടക്കാരൻ അവൻ സ്വീകരിക്കേണ്ട സംസ്കാരം എന്താണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശങ്ങളിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, ബൈഉൽ മുസ്ലിം ലാ ദാഉൻ വലാ ഖുശ്ബത്തുൻ വലാ ഗായില. ഒരു മുസ്ലിം കച്ചവടക്കാരന്റെ ചരക്കുകളൊക്കെ തന്നെ ഒരിക്കലും ലാ ദാ, രോഗബാധിതമായ ചരക്കാകരുത് എന്ന് പറഞ്ഞാൽ അത് മായം കലരരുത് എന്നാണ്. അത് ജീവനുള്ളവയാണെങ്കിലും ജീവനില്ലാത്തവയാണെങ്കിലും ഒരിക്കലും മായം കലരരുത്. കന്നുകാലികളൊക്കെ ആണെങ്കിൽ രോഗമുള്ള കന്നുകാലികളെ അന്നട് അറുത്ത് കളയാം എന്ന നിലക്ക് അതിൻ്റെ മാംസം ജനങ്ങൾക്ക് വിറ്റ് കഴിക്കാൻ പാടില്ലെന്നർത്ഥം. അപ്പൊ രോഗം കലരാത്ത എന്ന് പറഞ്ഞാൽ മായം കലരാത്തതായിരിക്കണം. അതേപോലെ തന്നെ വലാ ഖുസ്ബ, ഒരിക്കലും മോശമായ വസ്തുക്കളാകരുത്, മോശമായ വസ്തുക്കളാകരുത്, ചീത്ത വസ്തുക്കൾ ഒരിക്കലും ഒരു മുസ്ലിം കച്ചവടക്കാരൻ തൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പാടില്ല. വലാ ഗായില, ഒരിക്കലും ആ കച്ചവടത്തിൽ കബളിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അൻ തറാദിൻ എന്ന് പറഞ്ഞത്. വാങ്ങുന്നവനും വിൽക്കുന്നവനും ഉത്തമർണനും അധമർണനും പരസ്പരം സംതൃപ്തിയോടുകൂടി ആ ഇടപാട് നടത്തുന്നൊരവസ്ഥയിലാണ് ഒരു കച്ചവടം ഇസ്ലാമിൽ സാധുവാകുന്നത് എന്നതാണ്. ആ നിലക്കായിരിക്കണം നമ്മുടെ ഇടപാടുകളും നമ്മുടെ ധനാഗമന മാർഗങ്ങളും. വിവിധ തരത്തിലുള്ള കച്ചവടത്തിലാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇത്തരം സൂക്ഷ്മതകളൊക്കെ അതിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ചേരുവയായി ചേർത്ത് വെക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായ സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകളുണ്ട് റബ്ബേ. ഞങ്ങളുടെ മനസ്സിൻ്റെ മന്ത്രങ്ങൾ അറിയുന്നവനെ, നിന്റെ കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുണ്ട്, അടുത്ത ബന്ധുക്കളുണ്ട്, ഞങ്ങളുടെ ഉസ്താദുമാരും പണ്ഡിതന്മാരുണ്ട്. അവരെയെല്ലാം മരണാനന്തരം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിലെ രോഗികൾ, രോഗത്തിൻ്റെ വേദനകളും ചരണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ചേർത്ത് വെക്കണമേ എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവർ, റഹ്മാനെ, എല്ലാവർക്കും അവരുടെ രോഗത്തിന് പരിപൂർണ ശിഫയും ശമനവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമയും മനഃശാന്തിയും പ്രദാനം ചെയ്യണമേ. ഹലാലായ ത്വയ്യിബായ ഭക്ഷണങ്ങൾ, വിഭവങ്ങൾ അത് സമ്പാദിക്കാനും ഭക്ഷിക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ തൗഫീഖും അനുഗ്രഹവും സാഹചര്യവും ഞങ്ങൾക്ക് നീ ഒരുക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.